1.5 മാസത്തോളം നീണ്ടുനിന്ന കാൽപന്തുത്സവത്തിന് ഇന്ന് പുലർച്ചെ സമാപനമായി. ഒരു കൂട്ടർ നന്നായി ചിരിക്കുന്നുണ്ട്, മറ്റൊരു കൂട്ടർ നന്നായി കരയുന്നുമുണ്ട്. അർജൻറ്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടത്തിൽ അർജൻറ്റീനയെ അപ്രസക്തരാക്കിക്കൊണ്ട് സ്പെയിൻ വിജയിക്കുകയും 2ാം ലോക കിരീടം നേടുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ ചർച്ച ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുമുണ്ട്. അതൊന്ന് ഫുട്ബോളിൻ്റെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിന് എന്താണ് ഇവിടെ പ്രസക്തി എന്ന ചോദ്യം ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതിന് പിന്നിലും രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ്. അതോടൊപ്പം തന്നെ ലയണൽ മെസ്സിയുടെ പടിയിറക്കം, റൊണാൾഡോയുടെ പടിയിറക്കം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തവണത്തെ വേൾഡ് കപ്പിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. പുതിയ താരങ്ങളുടെ ഉദയം, യാമിൻ യമാലിനെ പോലെയുള്ള പുതിയ താരങ്ങളുടെ ഉദയം, ഇതെല്ലാം ഈ വേൾഡ് കപ്പിൽ വലുതായി ചർച്ച ചെയ്തിട്ടുണ്ട്. അജിംസ്, ഈ വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രം എന്താണ് ഇത് അവശേഷിപ്പിക്കുന്നത്? ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രം മെസ്സി പടിയിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മെസ്സിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. മെസ്സിയുടെ കാലത്ത് നമ്മൾ മറഡോണയെ കണ്ടിട്ടുണ്ട്, മറഡോണയുടെ കളി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറഡോണയുടെ കളി കാണുമ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഇതിലും വലിയൊരാൾ ഗോട്ട് വരാനില്ല എന്നാണ് അന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മെസ്സി വരുന്നു. അപ്പോൾ മെസ്സിയുടെ കാലത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഈസ് ദ ഗ്രേറ്റസ്റ്റ്, ഇനി ഒരാളിങ്ങനെ വരാനില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മെസ്സി പടിയിറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പുതിയൊരു താരോദയമാണ് ലാമിൻ യമാൽ. അപ്പോൾ ലാമിൻ യമാലിനെ പറ്റി ഇനി അടുത്ത സ്റ്റാർ ആയിരിക്കും അദ്ദേഹം, അടുത്ത താരോദയമാണോ അല്ലേ, ഇങ്ങനെയുള്ള ഡിബേറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ലാമിൻ യമാലിൻ്റെ കളി കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഒരുപക്ഷെ മെസ്സിയേക്കാൾ ഒരുപക്ഷെ ഗ്രേറ്റസ്റ്റ് എന്ന് വിളിക്കപ്പെട്ടേക്കാം എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ച് നോക്കും, 19 വയസ്സേ ഉള്ളൂ. 16 വയസ്സിൽ കളി തുടങ്ങിയതാണ്. 16 വയസ്സിലാണ് യൂറോ കപ്പ് കളിച്ചു തുടങ്ങിയത്. 17 വയസ്സിൽ അദ്ദേഹം സ്പെയിനിന് വേണ്ടി യൂറോ കപ്പ് നേടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്കില്ല്, വേഗത, അതുപോലെ പന്തടക്കം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇനി മെസ്സിയേക്കാൾ വലുതായേക്കാം. അപ്പോൾ ഇനി വരുന്ന തലമുറ ലാമിൻ യമാലിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നതിൽ സന്തോഷിക്കുന്ന ആളുകളായിരിക്കാം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ലാമിൻ യമാൽ മാത്രമല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരം ഹാലൻഡായിരിക്കും. നോർവേയുടെ ഹാലൻഡാണ്. അദ്ദേഹം അത്രയധികം സ്കോർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ക്ലബ് ഫുട്ബോൾ സ്ഥിരമായി വാച്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹാലൻഡ് പരിചിതനായിരിക്കാം. പക്ഷേ വേൾഡ് കപ്പിൻ്റെ സീസണൽ ഫാൻസിനെ സംബന്ധിച്ച് ഹാലൻഡ് അത്ര പരിചിതനായിരുന്നില്ല. പക്ഷേ ഇത്തവണ അദ്ദേഹം ലോകപ്രശസ്തനായി മാറിയ ഹാലൻഡ് എന്നുള്ളതാണ്. പിന്നെ റൊണാൾഡോ അവസാനിക്കുന്നു, മെസ്സി അവസാനിക്കുന്നു. അപ്പോൾ പുതിയ താരങ്ങൾ ഉയർന്നു വരുന്നു. ബെല്ലിംഗ്ഹാമിനെ പോലുള്ളവർ ഉയർന്നു വരുന്നു. ബെല്ലിംഗ്ഹാം ഒരുപക്ഷെ ഒരു ഫോർവേഡല്ല, അദ്ദേഹം മിഡ്ഫീൽഡറാണെന്നു. പക്ഷേ മിഡ്ഫീൽഡറാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫാൻ ബേസ് ഉണ്ടായി വരുന്നുണ്ട്, ഹാലൻഡിനുള്ളതോടൊപ്പം തന്നെ. അങ്ങനെ പുതിയ താരങ്ങൾ വരുന്നുണ്ട്. എംബാപ്പെ ഓൾറെഡി ഉണ്ട്, എംബാപ്പെ ഓൾറെഡി ഒരു താരമാണ്. പക്ഷെ അവരെക്കാളൊക്കെ ഉപരി ലാമിൻ യമാലിന് ഒരു എഡ്ജ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു പക്ഷേ നെക്സ്റ്റ് മെസ്സി എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ വേൾഡ് കപ്പിനെ പറ്റിയുള്ളൊരു പൊതുവായൊരു തോന്നൽ. പക്ഷേ എനിക്ക് 2022 വേൾഡ് കപ്പിൻ്റെ അത്ര ഞാൻ ഈ വേൾഡ് കപ്പിൽ ഇൻവോൾവ് ആയിരുന്നില്ല. ഒന്ന്, ഇതിൻ്റെ സമയമുണ്ടല്ലോ, എല്ലാ കളിയും കാണാൻ പറ്റില്ല, ടൈമിംഗ് ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഇക്കുറി ഇപ്പോൾ പൊതുവെ കേരളത്തെ സംബന്ധിച്ച് അർജൻറ്റീന ബ്രസീൽ ഫാൻസിൻ്റെ ഒരു പോരാണല്ലോ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രസീൽ പുറത്തായതിനു ശേഷം പിന്നെ അർജൻറ്റീനയ്ക്കെതിരായ ഒരു സാമ്പാർ മുന്നണി രൂപപ്പെടുകയാണ് ചെയ്തത്. എനിക്കതൊക്കെ വളരെ ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം പുറത്തായി, ഇനി എന്നാൽ മറ്റേ ടീമിനെതിരെ അണിനിരക്കാം എന്നുള്ളൊരു ഒരുതരം ഗോത്രീയതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുതരം ഫുട്ബോളേതരമായ ഒരുതരം എന്തോ ഒരു വികാരമാണത്, ഒരുതരം ഗോത്രവികാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തങ്ങളുടെ ശത്രുക്കളെ ഏത് വിധേനയും തോപ്പിക്കണം. അല്ല, ഫുട്ബോളല്ല അവർ ആസ്വദിക്കുന്നത്, ഫുട്ബോൾ അല്ല. അപ്പോൾ മെസ്സിക്കെതിരായിട്ട് ഹേറ്റ് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ മെസ്സി തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ടീമിൽ കളിക്കുന്ന കളിക്കാരനാണെന്ന് കരുതി മെസ്സിയുടെ ഒരു മൂല്യം കുറയുന്നില്ലല്ലോ. മെസ്സി എന്ന് പറഞ്ഞാൽ മെസ്സിയെ പറ്റി കവിത പാടുന്നു, കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളി തന്നെ ഒരു കവിതയാണ്. അത് ആൾക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആരാധകർ ലോകത്തുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം എന്താണ് പറയുക, ഗോത്രീയമായ ഫുട്ബോൾ വികാരങ്ങൾ എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടാണ് തോന്നുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ മടുപ്പാണ്. സോഷ്യൽ മീഡിയ ഫുട്ബോളുമായി ബന്ധപ്പെട്ട പോസ്റ്റ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ മടുപ്പാണ്. ഇന്നലെ ഫൈനലിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ആൾക്കാർ പോസ്റ്റ് ഇടുന്നത് ഏത് വിധേനയും അരകൾ പുറത്താവണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മറ്റേ ബ്രസീലിനെ കുറിച്ചാണെങ്കിൽ 7-up ഓർമ്മിപ്പിക്കുന്ന അത്തരം, അത് എനിക്ക് തോന്നുന്ന ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ലാതെന്നാണ്. രണ്ടാമത്തെ കാര്യം നൗഫലി ചോദിച്ചതുപോലെ ഈ ഫുട്ബോളിലെ രാഷ്ട്രീയമാണ്. അതും വൻ ബോറാണ്. ഒരു ഉദാഹരണമാണ്, സ്പെയിൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഏറ്റവും വോക്കലായിട്ടുള്ളൊരു രാജ്യമാണ്. സ്പെയിൻ ഇസ്രായേലിനെതിരാണ്, ഫലസ്തീൻ അനുകൂലമാണ് എന്നുള്ളതുകൊണ്ട് ഫലസ്തീൻ്റെ ഇപ്പോഴത്തെ ദുരിതാവസ്ഥ മാറുകയോ അല്ലെങ്കിൽ ഗ്ലോബലി അവർക്ക് എന്തെങ്കിലും കൂടുതലായി പ്രത്യേകമായി ഉണ്ടാവുകയോ, ഇപ്പോൾ സ്പെയിൻ നിലപാട് മാറ്റിക്കൊണ്ട് വേറെ രാജ്യങ്ങൾ ഫലസ്തീനെ സപ്പോർട്ട് അങ്ങനെയൊന്നുമില്ല.
സ്പെയിൻ അങ്ങനെ ഡിപ്ലോമാറ്റിക്കലി വലിയ സ്വാധീന ശക്തിയുള്ള രാജ്യമല്ല. യൂറോപ്പിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ലിസ്റ്റ് എടുത്താൽ അതിൽപ്പെട്ട ഒരു രാജ്യമാണ് സ്പെയിൻ, ദാരിദ്ര്യം കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അപ്പോൾ അവർ ഇസ്രായേലിനെതിരെ നിന്നു എന്നുകൊണ്ട് മറ്റുള്ളവർ ഇസ്രായേലിനെതിരാവോ? അങ്ങനെയൊന്നുമല്ല. സ്പെയിൻ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന പെട്രോ സാഞ്ചസ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലപാട് പറയുന്നു എന്നുള്ളതാണ്. നാളെ ഒരു വലതുപക്ഷ സർക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ നേരെ തിരിയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ അർജൻറ്റീനയിൽ ഇപ്പോൾ ഇസ്രായേൽ അനുകൂലിയാണ്. നാളെ അവിടെ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ അർജൻറ്റീന അവരുടെ പരമ്പരാഗത നിലപാടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അവരുടെ ഫുട്ബോൾ ടീമിനോട് ഉപമിച്ച് അപ്പോൾ ഇവരെന്താണ് യഥാർത്ഥത്തിൽ കാണുന്നതെന്നാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ ആ ടീമുകളുടെ ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ കളിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇവരെ യഥാർത്ഥത്തിൽ ഫുട്ബോളല്ല ആസ്വദിക്കുന്നത്, ഇവരിതിൻ്റെ ഒരു യുദ്ധമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അർജൻറ്റീനയും സ്പെയിനും തമ്മിലെ യുദ്ധം, ഫലസ്തീനും ഇസ്രായേലും തമ്മിലെ യുദ്ധമായിട്ടാണ്, ആ ഫുട്ബോൾ മത്സരം യുദ്ധമായിട്ടാണ് കാണുന്നത്. ഇവർ ആരെങ്കിലും ജയിച്ചാൽ ഫലസ്തീൻ ജയിച്ചു അല്ലെങ്കിൽ ഇസ്രായേൽ തോറ്റു എന്ന രീതിയിലേക്കാണ് അവരതിനെ കാണുന്നത്. ഞാൻ അതിന് തീരെ യോജിക്കുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോലെ. ഇപ്പോൾ ലമീൻ യമാൽ ഫലസ്തീൻ പതാക ഉയർന്നത്, യമാലിനെ സംബന്ധിച്ച അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചോയ്സാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. യമാൽ എവിടെ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഒരു മൊറോക്കോൻ അഭയാർത്ഥിയുടെ മകനാണ് അദ്ദേഹം. ബാഴ്സലോണയുടെ ഏറ്റവും ദരിദ്രമായ നെയ്ബർഹുഡിൽ കളിച്ചു വളർന്ന, തെരുവിൽ കളിച്ചു വളർന്നൊരു ദരിദ്ര പശ്ചാത്തലമുള്ളൊരു ബാലൻ. സ്വാഭാവികമായിട്ട് അവൻ വളർന്നു വന്ന പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ അറബ് ആളുകൾ താമസിക്കുന്ന ഒരു നെയ്ബർഹുഡിലാണ് അവൻ കളിച്ചു വളർന്നത്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം സ്വാധീനിക്കും. അപ്പോൾ സ്പെയിനിൽ കളിച്ചു വളർന്ന മെസ്സിക്ക് ആ രാഷ്ട്രീയം സ്വാധീനിക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ജനിച്ചതും വളർന്നതും വേറെ ക്ലാസ്സിലാണ്, വേറെ റീജിയനിലാണ്. മെസ്സി കളിച്ചു വളർന്നത് കുറേ കൂടി റിച്ച് ആയിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണെങ്കിൽ യമാൽ കളിച്ചു വളർന്നത് തെരുവിലാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് യമാൽ നല്ലത്, മെസ്സി മോശം, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. കാരണം മെസ്സിയെ സംബന്ധിച്ച് മെസ്സി കളിക്കാരനാണ്, അദ്ദേഹം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല. യമാൽ അങ്ങനെയല്ല. യമാൽ ജനിച്ചു വളർന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊളിറ്റിക്കലി എൻലൈറ്റൻഡ് ആവാവുന്ന സിറ്റുവേഷനിലാണ്. ഓരോ മനുഷ്യൻ രാഷ്ട്രീയ ജീവിയായി മാറുന്ന അവൻ ജീവിക്കുന്ന പശ്ചാത്തലം കൂടി നോക്കിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് യമാൽ നല്ലത്, മെസ്സി മോശം, അല്ലെങ്കിൽ സ്പെയിൻ നല്ലത്, അർജൻറ്റീന മോശം, ഈ ഒരു താരതമ്യം ശരിയല്ല. സ്പോർട്സിലേക്ക് അത്തരം രാഷ്ട്രീയം നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ ആസ്വദിക്കുന്ന സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ആസ്വദിക്കുക എന്ന് കരുതി ഈ സ്പോർട്സ് വേദികളിൽ വേൾഡ് കപ്പിൽ രാഷ്ട്രീയമേ ഇല്ല, രാഷ്ട്രീയ ചിഹ്നമേ ഇല്ല, അതൊന്നും പാടില്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഇവൻ്റാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു ജസ്റ്റർ, ചെറിയൊരു ബിഹേവിയർ, ചെറിയൊരു ബാനർ, ചെറിയൊരു കൊടി, അത് ലോകശ്രദ്ധ ആകർഷിക്കും. അങ്ങനെ ഗ്ലോബൽ ഈവൻറ്റ്സ് രാഷ്ട്രീയ പ്രസ്താവനകൾക്കുള്ള വേദിയാക്കി മാറിയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വേൾഡ് കപ്പ് മാത്രമല്ല, ഇപ്പോൾ ഓസ്കാർ അവാർഡ് വേദി എത്രയോ തവണ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ വേദിയായി മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടാണ് ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്തുള്ള ഓസ്കാറിൽ എന്താണ് ആളുകൾ വത്തക്ക ഭാഗക്കേട് എന്ന് ഓർമ്മയുണ്ടല്ലോ. അവിടെ തന്നെ നിന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ആവശ്യങ്ങൾ, രാഷ്ട്രീയമായ ഡിമാൻഡുകൾ, മുദ്രാവാക്യങ്ങളെ ഈ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്ന വേദികളുള്ള ആൾക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. കളിക്കാർ ചെയ്യാറുണ്ട്, കാണികൾ ചെയ്യാറുണ്ട്, ഒഫീഷ്യൽസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ മുക്തമാണെന്ന് പറയുന്നതല്ല. പക്ഷേ നമ്മൾ സ്പോർട്സ് കാണുമ്പോൾ അതിലേക്ക് ഈ രാഷ്ട്രീയം കൊണ്ടുവരുന്ന യഥാർത്ഥത്തിൽ സ്പോർട്സിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു ആഗോള മാനവീയതയും നശിപ്പിക്കുകയാണ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിഷാദ്, ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയുന്നവരെ വിമർശിക്കുന്നവരുണ്ട് വല്ലാതെ. സ്പോർട്സിനിടയ്ക്ക് എന്തിനാണ് വല്ലാതെ രാഷ്ട്രീയം പറയുന്നത്? പക്ഷേ പറയേണ്ട രാഷ്ട്രീയം പലയിടത്തും പറയുകയും വേണമല്ലോ. അതിന് കാരണം ഈ പ്ലെയേഴ്സ് തന്നെ, അതത് ടീമുകൾ തന്നെ ഈ വേൾഡ് കപ്പ് വേളയിൽ തന്നെ അവർ തന്നെ രാഷ്ട്രീയം പറയുന്നുമുണ്ട്. ഇപ്പം ഈജിപ്തിൻ്റെ കോച്ച് ഒരു കളി ജയിച്ച ഉടനെ അദ്ദേഹം ഫലസ്തീൻ്റെ പതാക ഉയർത്തുന്നുണ്ട്. സെമി ഫൈനലാണെന്ന് തോന്നുന്നു, അർജൻറ്റീന കളി ജയിച്ചപ്പോൾ കളിക്കാരൊരു ബാനർ ഉയർത്തുന്നുണ്ട്. അതായത് ദ്വീപുമായി ബന്ധപ്പെട്ട ആ ദ്വീപ് കൂട്ടം ഞങ്ങളുടേതാണെന്ന് പറയുന്ന. അപ്പം അതിനെ ഗസയുമായി താരതമ്യം ചെയ്ത് ആളുകൾ വ്യാഖ്യാനിക്കുന്നു. അതായത് അത് ഗസയുമായി ആ ദ്വീപിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, അതിൽ അവിടുത്തെ ജനഹിതം അവർക്ക് ബ്രിട്ടൻ അനുകൂലമായിട്ടാണെന്ന് പറയുന്നത്. പക്ഷേ അതുപോലുള്ളൊരു ബാനർ അന്നേ ദിവസം ഗാലറിയിൽ ഉയരുന്നുണ്ട്. ആ ഗാലറി ഉയർന്ന ബാനറിൽ ഈ ദ്വീപ് സമൂഹങ്ങളുടെ കാര്യം മാത്രമല്ല, അതിൽ ഫലസ്തീനികളുടെ എന്ന് കൂടി ആ ബാനറിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും ആപേക്ഷികമായി പോകുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം രാഷ്ട്രീയമായിട്ട് നമുക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് ആ രാജ്യത്തെ എതിർക്കുകയും ആ രീതിയിലേക്ക് ഫുട്ബോളിനെ മാറ്റുകയും ചെയ്യുന്നതല്ലേ പ്രശ്നം. അതല്ലാതെ ഇതിൽ രാഷ്ട്രീയം പറയുന്നതിൽ എന്താണ് പ്രശ്നം? അല്ല, ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ പറഞ്ഞതുപോലെ അർജൻറ്റീനയിലെ ഭരണകൂടം ഇസ്രായേലിന് അനുകൂലമായതുകൊണ്ട് മെസ്സി തോൽറ്റു പോകണം എന്ന് വിചാരിക്കുന്നതിൽ ഒരു അതിയുക്തിയുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, വലിയ തോതിൽ സമീപകാലത്ത് ഇതിന് വിരുദ്ധമായി ഇവിടെ മെസ്സി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുകയും അദ്ദേഹം ഒരു സയനിസ്റ്റ് പക്ഷപാതിയാണെന്നൊക്കെ ചാപ്പയടിക്കാനുള്ള ശ്രമം നടന്നു. വ്യാജമായിട്ടുള്ള ചിത്രങ്ങൾ പോലും അതിന് ഉപയോഗിച്ചു. സത്യത്തിൽ മെസ്സി ഒരിക്കലും ആ നിലയ്ക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക, എന്തെങ്കിലും ജസ്റ്റേഴ്സ് പോലും പുറപ്പെടുവിക്കാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയ്ക്ക് ഒരു അനുപാതരഹിതമായും നീതിരഹിതമായിട്ടും
ചാപ്പയടിക്കാനും വേട്ടയാടാനുള്ള ശ്രമം നടന്നു. മഹാബോറായി പോയി. ഈ വേൾഡ് കപ്പ് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ലോകത്തെ ഏറ്റവും ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കാലം സമ്മാനിച്ചിട്ടാണ് ആ മനുഷ്യൻ പടിയിറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഫുട്ബോളിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവർ, ക്ലിനിക്കലി അതിനെ അനലൈസ് ചെയ്യുന്നവർ, അതിൻ്റെ സൗന്ദര്യത്തെ ആഴത്തിൽ പോയി കാണുന്നവർ, അവരെയൊക്കെ സംബന്ധിച്ച് മെസ്സി ഭയങ്കര വലിയ താരമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത സംഗതികൾ കൊണ്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മഹാബോറുമാണ്. എന്നാൽ അതേസമയം നിങ്ങൾ കളി കാണുന്നതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്ന് പറയുന്നതിനകത്ത് യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രവുമല്ല, നിങ്ങൾക്കുള്ള ഇഷ്ടപ്പെട്ട ടീമിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനത്തിലും ആകാം. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ ചിലപ്പോൾ നൗഫൽ കളി കാണാൻ ഇഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക താരം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരം കളിക്കുന്നുണ്ടാവാം. അജിംസ് ഒരു ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ആ ടീമിൻ്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറഞ്ഞ ഒരു പ്ലേയിലെ ആ മനോഹരമായ കളി അഴക് കണ്ടിട്ടാവാം. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഭൂഖണ്ഡത്തോടുള്ള പ്രണയം കൊണ്ടാവാം, മറ്റൊരാൾക്ക് ആ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സിനോടുള്ള അനുഭാവം കൊണ്ടാവാം. ഏത് കാരണം കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിനെ തിരഞ്ഞെടുക്കാം. അല്ലാതെ ഇപ്പോൾ ഇവിടെ കോടാനുകോടി മനുഷ്യർ വേൾഡ് കപ്പ് കാണുന്നുണ്ട്. അവരെല്ലാവരും അതിൽ ആളുകൾക്ക് പരിമിതമായ ജ്ഞാനം വെച്ച് കാണുന്നവരുണ്ട്. അതായത് രണ്ട് ടീമുകൾ ഏതാണ്, കളിക്കുന്നവരെന്താണ്, അതിൽ ഓഫ് സൈഡ് എന്താണ് എന്ന് വെച്ചാൽ മിനിമം ലെവൽ കളി കാണുന്ന ആൾക്കാരില്ലേ എന്നത് മുതൽ വളരെ ആഴത്തിൽ കളി മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരുണ്ട്. എന്നാൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടപ്പെട്ട ടീമിനെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. എല്ലാവരും കളിയഴക് മാത്രം കണ്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ യുക്തിയില്ല. ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ചിലപ്പോൾ ഒരു ഇഷ്ട ടീമുകൾ ഉണ്ടാകാം. ഇപ്പം സെനഗലിനോട് നമ്മൾ ഒരു കാലത്ത് വല്ലാതെ അണ്ടർ ഡോഗ്സിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കേപ്പ് വർദ്ധേന് ഇപ്രാവശ്യം ആളുകൾ പെട്ടെന്ന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയും ടൂർണമെന്റിൽ നടന്നു പോകവേ പുതിയ ടീമുകൾ ഉണ്ടാവും. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീമിൻ്റെ കളിയുടെ ഒരു ശാസ്ത്രത്തെ ഇഷ്ടപ്പെട്ട് ആ ടീമിനൊപ്പം നിൽക്കുക. ആ കളിയുടെ ശാസ്ത്രം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ള ഉപാധിയായി വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ആ ടീം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്സ് ചിലപ്പോൾ ആ ടീമിനെ പിന്തുണയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എല്ലാവരും കളിക്കുന്ന ഫുട്ബോളല്ലേ. എല്ലാ ടീമുകളും ക്വാളിഫയർ കടന്നു വന്നിട്ടുള്ള മോശമല്ലാത്ത ടീമുകളാണ്. അതിലേത് ടീമിനെ നമുക്ക് ചൂസ് ചെയ്യാം. അതിന് നമുക്ക് ഇഷ്ടമുള്ള റീസൺ നമുക്ക് മുമ്പിൽ വെക്കാം. അപ്പോൾ ആളുകൾ സ്പെയിനിനെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഒരുപാട് പേര് സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ ഇന്നലെ നടി റിമാക്ക് അല്ലെങ്കിൽ നമ്മുടെ ടി വിയിൽ വന്നിട്ട് പറഞ്ഞു അവർ അർജൻറ്റീന ഫാനാണ്, മെസ്സി ഫാനാണ്, പക്ഷേ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ മെസ്സി ഹേറ്റർ അല്ല, മെസ്സിയോട് അവർക്കൊരു ഹേറ്റും ഇല്ല, അവർക്ക് അർജൻറ്റീനയോട് ഹേറ്റ് ഇല്ല, പക്ഷേ അവർ സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പൊളിറ്റിക്സ് ഉള്ളവർ. കാരണം എന്താണ്? ലോകത്ത് മനുഷ്യരുടെ മഹാദുരിതവും മനുഷ്യാവകാശവും, മനുഷ്യൻ്റെ തുല്യത, മനുഷ്യൻ്റെ യാതന, ഈ പറഞ്ഞ പോയിന്റുകൾക്ക് മേലെയല്ല ഒരു കളിയുടെ നിയമം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരു ലോകം മുഴുവൻ, ഒരു വശം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് മനോഹരമായി കളി ആസ്വദിക്കുക എന്നുള്ളതിനകത്ത് ഒരു നൈതിക പ്രശ്നമുണ്ട്. അതുമായിട്ട് മനുഷ്യർ ബന്ധിപ്പിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരു തെറ്റല്ല. അതുകൊണ്ട് സ്പെയിൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, സ്പെയിൻ ആഗോള പ്രതിസന്ധികളിലും വംശഹത്യകളിലും ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്സ് സമീപനം, അതിനെ വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഫലസ്തീൻ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നൊരു രാജ്യം പറയുന്നു. നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ് എന്ന് പറയുന്നു. ICCയിൽ ദക്ഷിണാഫ്രിക്ക കൊടുക്കുന്ന കേസിൽ കക്ഷി ചേരാൻ പോകുന്നു. ഇതൊന്നും ഒരു ചെറിയ ആക്ട് അല്ല. കാരണം 10-80,000 കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു വലിയ പരിപാടി അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സ്റ്റിൽ അതിനെതിരെ സംസാരിക്കാൻ ധൈര്യമുള്ള ഒരു സ്റ്റേറ്റ് രംഗത്ത് വരുന്നു. അവർ ഉറക്കെ സംസാരിക്കുന്നു. യൂറോപ്പിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി സംസാരിക്കുകയാണ്. അത് ചെറിയ കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തോട് എനിക്കൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. എങ്ങനെ പറ്റും? എനിക്ക് ആ രാജ്യത്തോടൊന്ന് താങ്ക് ചെയ്യണം. എനിക്ക് തോന്നുകയാണ് ഞാൻ മനുഷ്യാവകാശത്തിന് ഭയങ്കരമായി വാല്യൂ ചെയ്യുന്ന, വംശഹത്യ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തോന്നുന്ന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അയർലൻഡ് യൂറോപ്പിൽ പരമ്പരാഗതമായി ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അയർലൻഡിനോളം ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത വേറൊരു രാജ്യമില്ല. ഇപ്പോഴും എന്നും എല്ലാ കാലത്തും ഇസ്രായേൽ രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഏതെങ്കിലും ഐറിഷ് സ്പോർട്സിനെ, അയർലൻഡിൻ്റെ ടീമിനെ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിന്നിൽ അവർ ഫലസ്തീൻ അനുകൂലികളാണെന്നൊരു ന്യായം കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ടെന്ന് കേരളത്തിൽ ഇപ്പുറത്തൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അർജന്റീന എവിടെയായാലും തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, അർജന്റീന തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബ്രസീൽ ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ജർമ്മനി ഫാൻസ് ഉണ്ട്. തോറ്റുപോയതിനു ശേഷം ഒരു മുന്നണിയായി രൂപപ്പെട്ട ആൾക്കാരുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്ങനെയും തോൽക്കണം. അതല്ലാതെയും രാഷ്ട്രീയമായി അതിനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഇമോഷണലി സ്പെയിനിനെ സമീപിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലേ, അവരായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. മറ്റതും ഉണ്ടാവും. മറ്റവരെല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും സ്പെയിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് മറ്റേ കാരണങ്ങളാണെന്നും പറയുന്നില്ല. അർജന്റീന തോക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അർജന്റീന ഇഷ്ടമല്ല, മെസ്സിയെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. ഒരു തരത്തിലുള്ള പ്രച്ഛന്ന വേഷവും ഇല്ലാതെ ഞങ്ങൾക്ക് അർജന്റീന വിരോധം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സ്പെയിനിൻ്റെ പൊളിറ്റിക്സ് ഒരു കാരണമായി എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് സ്പെയിനിൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിനോടൊരു നന്ദി പറയണം. നിങ്ങൾക്ക് അവിടെ പോയി വോട്ട് ചെയ്യാനൊന്നും പറ്റിയല്ല. എനിക്കോ നിങ്ങൾക്കോ സ്പെയിനിലുള്ള ആരെങ്കിലും നേരിട്ട് പരിചയം പോലും ഇല്ല, ഒരു സ്പാനിഷ് അറിയാമോ? ഇല്ല.
അപ്പോൾ ഒരു വേൾഡ് കപ്പ് നടക്കുന്നു, ആ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നത് പോലെ തെറ്റാണോ? ഞാൻ അങ്ങനെയാണ് അതിന് എൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അവരോട് എൻ്റെ കമൻറ്റ് പാസ്സാക്കുന്നത്. നിങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു. ഒരു വിശ്വ പോരാട്ട വേദിയിൽ നിങ്ങൾ ജയിക്കട്ടെ, നിങ്ങൾക്ക് പിന്തുണ. കാരണം നിങ്ങളൊരു ഒരു ആഗോള പ്രശ്നത്തിൽ ഒരു പൊസിഷൻ എടുത്ത അപൂർവ രാജ്യങ്ങളൊന്നാണ്. ഒരു ആഗോള കായിക മാമാങ്ക വേദിയിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കും. എന്താ എന്ത് കുഴപ്പമെന്താണ്? അതിനകത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നോക്കൂ, ലോകത്തെല്ലാം നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്സിൽ നിന്ന് ഒരിക്കലും വിമുക്തമല്ല ഈ കായിക മാമാങ്ക വേദികൾ. ഇപ്പം ബീജിംഗ് ഒളിമ്പിക്സ് നമ്മുടെ ഒളിമ്പിക്സിന് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ വിപുലമായ ഒളിമ്പിക്സാണ്. അവിടെ ടിബറ്റിൻ്റെ പ്രശ്നം ഉന്നയിച്ച് ലോകവ്യാപകമായി ആ ഒളിമ്പിക്സിൻ്റെ കാലത്ത് ചൈനീസ് എംബസികളുടെ മുമ്പിൽ പ്രകടനം നടന്നില്ലേ? ആ സമയം അതിൽ തിരഞ്ഞെടുത്താവുന്നതാണ്. 1968 മെക്സിക്കോ ഒളിമ്പിക്സിലല്ലേ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ബ്ലാക്ക് പവർ സല്യൂട്ട് കാണുന്നിട്ടുള്ളത്. ജെസ്സി ഓവൻസിൻ്റെ കഥ എന്താണ് നമ്മളിങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ, ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തൈഡ് ഭരണകൂടത്തെ എല്ലാ പ്രധാനപ്പെട്ട കായിക മാമാങ്കങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചില്ലേ? അതൊരു അക്രമ ഭരണകൂടമാണ്, അത് ഈ പരിപാടിക്ക് വേണ്ടാന്ന് അന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചില്ലല്ലോ. എന്ത് അപ്പാർത്തൈഡ് ഭരണകൂടമായാലും എന്താ, ആ കളിയല്ലേ, അവരും വന്ന് കളിക്കട്ടെ എന്ന് തീരുമാനിച്ചില്ലല്ലോ. ചില കാര്യങ്ങൾക്ക് ആ മാറ്റി നിർത്തൽ, ആ ബഹിഷ്കരണം അവിടുത്തെ അപ്പാർത്തൈഡ് ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയത്തെ വലിയ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമാണ്. ലോകത്തെല്ലായിടത്തും ഈ കളിക്കാർ തന്നെയും പലതരത്തിലുള്ള ജസ്റ്റേഴ്സും കൂടി ഉയർത്തിയപ്പോൾ എന്തിനാണ്? അതിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് പലയിടത്തായി പലപ്പോഴായിട്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു കളിക്കാരൻ വന്നിട്ട് ഒരു പൊളിറ്റിക്സ് ഉറക്കം പറഞ്ഞാൽ അതിന് കിട്ടുന്ന അയാൾക്ക് ഉണ്ടാക്കുമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സംഗതിയുണ്ട്. ഇപ്പോൾ മംതാനി അയാൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് എന്തുമാത്രം സ്വീകാര്യത കിട്ടി. അപ്പോൾ കളിക്കാർ രാഷ്ട്രീയം പറയുക. ഇപ്പോൾ കഴിഞ്ഞ ഖത്തർ ഒളിമ്പിക്സിലല്ലേ ഇറാനിലെ കളിക്കാർ അവരുടെ ദേശീയഗാനം പാടാൻ തയ്യാറായില്ല. ഖത്തർ വേൾഡ് കപ്പിലാണ് ദേശീയഗാനം പാടാൻ തയ്യാറായില്ല. എന്താ കാരണം? ഇറാനിൽ നടക്കുന്ന ഭരണകൂടത്തിൻ്റെ അത്യാചാരങ്ങളോട്, അതിക്രമങ്ങളോട് യോജിപ്പില്ല, അവരോട് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയാണ്. അപ്പോൾ അത് ലോകത്ത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് രാഷ്ട്രീയ വിമുക്തമാണ് ഇവയെല്ലാം. നിങ്ങൾ കളി ഓഫ് സൈഡ് ഉണ്ടെങ്കിൽ പറയലോ, അല്ലെങ്കിൽ റെഡ് കാർഡ് യെല്ലോ കാർഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ കളി നിയമങ്ങളും മാത്രം, അതിനപ്പുറത്ത് അതിന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധമില്ല എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് കളിയായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ കളിയായി മാത്രം കാണട്ടെ. കളിക്കകത്ത് രാഷ്ട്രീയം ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ രാഷ്ട്രീയം ചേർക്കട്ടെ. കളിക്കകത്ത് ഭൂഖണ്ഡ താല്പര്യങ്ങളുള്ളവർ ഭൂഖണ്ഡ താല്പര്യങ്ങൾ ചേർക്കട്ടെ. അതിനൊന്നും എന്താ പ്രശ്നം? കളിയെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാരാമീറ്ററിലൂടെയും ഇഷ്ടമുള്ള വിൻഡോയിലൂടെയും കാണാൻ കഴിയണം. അല്ലാതെ കളിയിൽ രാഷ്ട്രീയമേ പാടില്ല എന്ന് പറയുന്നത് ഒരു വേണ്ടാത്ത വാദമാണെന്ന്, ഒരു കവിഞ്ഞ വാദമാണെന്ന് ഞാൻ പറയാം. കളിയിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പം ഹിറ്റ്ലർ എന്തിനാണ് ഒളിമ്പിക്സ് നടത്തുന്നത്? ഹിറ്റ്ലർ ആര്യൻ വംശത്തിൻ്റെ ഏറ്റവും വലിയ സുപ്രീമസി ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിയാണ്. അവിടെയാണ് ഈ ജെസ്സി ഓവൻസിൻ്റെ കാര്യം പറഞ്ഞത്. ലോകത്ത് ഇത്തരം പല മാമാങ്കങ്ങളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നടത്തിയിട്ടുള്ളത് പോലും അവരുടെ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടാണ്. അതിനെല്ലാം നിന്നു കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണിത്. അവിടെ എല്ലാം പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലോകരാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ നടപ്പു ചരിത്രത്തിൽ കളികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടുണ്ട്. അവ കൂടി നിർവഹിച്ചിട്ടുള്ള അധ്യായങ്ങളെ മറികടന്നിട്ടാണ് കളിയുടെയും രാഷ്ട്രീയത്തിൻ്റെയും മാനവരാശിയുടെയും ചരിത്രം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വിച്ഛേദിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഇത് ചേർക്കല്ലേ എന്ന് പറഞ്ഞാൽ യുക്തിയില്ല. അത് ചേർക്കാൻ തോന്നുന്നവർ ചേർത്തോട്ടെ. അത് ഹെയ്റ്റ് ആവരുത്, വിദ്വേഷമാവരുത്. അതിനപ്പുറം നിങ്ങളുടെ ഹെൽത്തി പൊളിറ്റിക്സ് നിങ്ങൾക്ക് എവിടെയൊക്കെ ചേർത്താൻ പറ്റുമോ അവിടെയൊക്കെ ചേർത്തോളൂ എന്നാണ് ഞാൻ പറയാം. യെസ്, രാഷ്ട്രീയം എന്ത് തന്നെയായാലും ഫുട്ബോളിനൊരു രാഷ്ട്രീയമുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കുക. കാരണം അത് ഒരുമയുടെ രാഷ്ട്രീയമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പരസ്പരം പോരടിച്ചിരുന്നവരെല്ലാം ഈ വേൾഡ് കപ്പ് വന്നതോടുകൂടി ഒരു ടീമിൻ്റെ, ഒരു കൊടിയുടെ, ഒരു ജേഴ്സിയുടെ താഴെ ഒത്തുകൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു. CPM-കാരനും കോൺഗ്രസ്സുകാരനും ഈവൻ BJP-കാരനും അർജൻറ്റീനയുടെ ടീമിൽ നിൽക്കുന്നു. ഇതേ കൂട്ടർ തന്നെ ബ്രസീൽ ടീമിലുമൊക്കെ നിൽക്കുന്നു. അങ്ങനെ അവിടെ അവർക്ക് ഒരുമിക്കാനുള്ള ഒരു വേദി കിട്ടുന്നു, ഒരുമിക്കാൻ ഒരു പന്ത് കിട്ടുന്നു എന്നുള്ളത് കൂടി ഈ ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക.